നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. വംശീയ ആക്രമണം. ഇന്ത്യൻ സമൂഹത്തെ പിന്തുണച്ച് HSC. ഇന്ത്യൻ സമൂഹത്തിന് നേരെയുള്ള വംശീയ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് HSC. ആക്രമണത്തിന് ഇരയായവർക്ക് കൗൺസിലിംഗും ആവശ്യമായ പിന്തുണയും നൽകുമെന്നും HSC. വെക്സ്ഫോർഡിൽ കഞ്ചാവ് പിടികൂടി. കൗണ്ടി വെക്സ്ഫോർഡിൽ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 1,20,000 യൂറോ വില വരുന്ന 6 കിലോ കഞ്ചാവും രണ്ടാമത്തെ വീട്ടിൽ നിന്നും 30,000 യൂറോ വിലമതിക്കുന്ന 1.5 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. OCI നിയമങ്ങൾ കർശനമാക്കി ആഭ്യന്തര മന്ത്രാലയം. 2 അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിച്ചാലോ 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റപത്രം സമർപ്പിച്ചാലോ OCI രജിസ്ട്രേഷൻ റദ്ദാക്കും. വടക്കൻ അയർലൻഡിൽ അതിശക്തമായ മഴയുടെയും ഇടിമിന്നലിന്റെയും പശ്ചാത്തലത്തിൽ യെല്ലോ വാർണിംഗ്. 6 കൗണ്ടികളിലാണ് യെല്ലോ വാർണിംഗ്. സമൂഹമാധ്യമ ഉപയോഗത്തിനും പരസ്യങ്ങൾക്കുമായി 2 മില്യൺ യൂറോയാണ് ഐറിഷ് ഡിഫൻസ് ഫോഴ്സ് ചിലവാക്കിയത്. യുവതലമുറയിൽ സൈനിക സേവനത്തിന് വേണ്ടിയുള്ള താൽപര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് സേനയുടെ ലക്ഷ്യം. വടക്കൻ അയർലൻഡിൽ കഞ്ചാവ് മാഫിയകളെ തകർത്തെറിഞ്ഞ് പോലീസ്. പരിശോധനയിൽ കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒയാസിസ് സംഗീത പരിപാടിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ച ഐറിഷ് റെയിൽ. ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് അധിക സർവീസ് ഉണ്ടായിരിക്കുക. വെക്സ്ഫോർഡ് ജനറൽ ആശുപത്രിയിൽ വീണ്ടും COVID-19 വ്യാപനം. വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കിടയിലാണ് വ്യാപനം രൂക്ഷമാകുന്നത്. കോവിഡ് ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ആശുപത്രിയിലെത്തരുതെന്ന് മാനേജ്മെന്റ്. മോർഗേജ് പലിശ നിരക്ക് കുറഞ്ഞു. അയർലൻഡിൽ മോർഗേജ് പലിശ നിരക്ക് വീണ്ടും കുറഞ്ഞു. നിലവിൽ 3.60 പലിശ നിരക്ക് കുറഞ്ഞിരിക്കുന്നത്. 2024 ജൂൺ മാസത്തിൽ മോർഗേജ് പലിശ നിരക്ക് 4.11% ആയിരുന്നു. വംശീയാക്രമണത്തിന് ഇരയായ കുടുംബത്തെ സന്ദർശിച്ച് മേയറും കൗൺസിലറും. വംശീയാക്രമണത്തിനിരയായ 6 വയസ്സുകാരിയെയും കുടുംബത്തെയും സന്ദർശിച്ച വാട്ടർഫോർഡ് മേയറും കൗൺസിലറും. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തിയ മേയറും കൗൺസിലറും കുടുംബത്തിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. പലസ്തീനികളെ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കാൻ നീക്കം. ഗാസയിൽ നിന്ന് പലസ്തീനികളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ഇസ്രായേൽ. ഇവരെ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ഇസ്രായേൽ ചർച്ചകൾ നടത്തുന്നു. പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വെടിവെപ്പിൽ അബദ്ധത്തിൽ വെടിയേറ്റ് 3 മരണം, 60-ലേറെ പേർക്ക് പരിക്ക്. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 65 ലക്ഷത്തോളം ആളുകളുടെ പേരുകൾ ഒഴിവാക്കപ്പെടാനുണ്ടായ കാരണം സഹിതം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതി. ബീഹാറിലെ SIRനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. ജമ്മുകശ്മീരിലെ ചോസിദിയിൽ വൻ മേഘവിസ്ഫോടനത്തെ തുടർന്ന് 28 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ബന്ധുവായ യുവതിയെ സെക്സ് റാക്കറ്റിന് കൈമാറാൻ ശ്രമിച്ചെന്ന കേസിൽ നടി മിനു മുനീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് പോലീസാണ് ആലുവയിൽ നിന്ന് നടിയെ കസ്റ്റഡിയിലെടുത്തത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. അജിത് കുമാർ ഭാര്യ സഹോദരന്റെ പേരിൽ കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര വീട് പണിതതിൽ അഴിമതിയുണ്ടെന്നായിരുന്നു ആരോപണം. ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്കെതിരെ ഗുരുതരാരോപണവുമായി വീണ്ടും മുൻ ഭാര്യ ഹസിൻ ജഹാൻ. മുഹമ്മദ് ഷമി മകൾ ആര്യയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നും അതിനു പകരം പെൺസുഹൃത്തിന്റെ മകൾക്കും കുടുംബത്തിനുമാണ് മുൻഗണന നൽകുന്നതെന്നും ഹസിൻ ജഹാൻ. അർജുൻ തെണ്ടുൽക്കർ വിവാഹിതനാവുന്നു. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ മകനും ക്രിക്കറ്റ് താരവുമായ അർജുൻ തെണ്ടുൽക്കർ വിവാഹിതനാകുന്നു. മുംബൈയിലെ പ്രമുഖ വ്യവസായി രവി ഖായിയുടെ ചെറുമകൾ സാനിയ ചന്ദോക്കുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. കേരളത്തിൽ അതിശക്തമായ മഴ. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 14, 18 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് 14 മുതൽ ശക്തമായ കാറ്റിനും സാധ്യത. അയർലൻഡിൽ ചൂട് കൂടുന്നു. അയർലൻഡിൽ ഈ വാരം ഉഷ്ണതരംഗത്തിന് സാധ്യത. അന്തരീക്ഷ താപനില 25 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.